ദോഷത്തിലാണ് ആലപ്പുഴക്കാർ. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ പൂത്തുലഞ്ഞ് മനോഹരിയായിരിക്കുകയാണ് കിഴക്കിന്റെ വെനീസ്. മടുത്തുവന്ന് കടൽ. ഈ മനോഹര തീരവും വസന്തം വിരിയിച്ച് കുട്ടനാടുമെല്ലാം സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് KSRTC ബസ്സിൽ താമസിക്കാം. വിനോദസഞ്ചാരികൾക്കായി കുറഞ്ഞ നിരക്കിൽ ബസ്സിനുള്ളിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുമായി KSRTC ഒരേ സമയം 16 പേർക്ക് താമസിക്കാൻ കഴിയുന്ന AC ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കിടക്കയും മൊബൈൽ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടെ ട്രെയിനുകളിലെ സ്ലീപ്പർ കോച്ച് മാതൃകയിലാണ് കമ്പാർട്ട്മെന്റുകൾ ബസ്സിൽ സജ്ജമാക്കിയത്. മൂന്നാർ ഡിപ്പോയിലാണ് ആദ്യ 2 AC ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ബസ്സിൽ താമസിക്കുന്നവർക്ക് ഡിപ്പോയിലെ ശുചിമുറികൾ ഉപയോഗിക്കാം. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് KSRTC ബസ്സിൽ താമസിക്കാം. ഒരേ സമയം 16 പേർക്ക് താമസിക്കുവാൻ കഴിയുന്ന AC ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. മൂന്നാർ ഒരു 5 പേരിൽ കൂടുതൽ ഇപ്പോൾ കൂട്ടം കൂടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു ഇളവ് വരുമ്പോൾ മുതലേ നമുക്കിതിങ്ങനെ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ഒരു 5-ൽ കൂടുതൽ ആളുകളെ ഒറ്റയടിക്ക് ബസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ചില നിയമതടസ്സം ഇപ്പോൾ ഉണ്ടായിരുന്നു. എങ്കിലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ സൗകര്യം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ്. KSRTC MD ബിജു പ്രഭാകരനാണ് വിനോദസഞ്ചാര മേഖലകളിൽ മിതമായ നിരക്കിൽ ബസ്സിൽ താമസ സൗകര്യം നൽകാമെന്ന ആശയം മുമ്പോട്ട് വെച്ചത്. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല തുറന്നാലുടൻ ബസ് താമസത്തിനായി നൽകുമെന്ന് ഡിപ്പോ ഇൻചാർജ് സേവി ജോർജ് പറഞ്ഞു. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കി ബൈസൺ വാലിയിൽ റവന്യൂ വകുപ്പിന്റെ വിലക്ക് ലംഘിച്ച് അനധികൃത കെട്ടിട നിർമ്മാണം. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചും നിർമ്മാണം തുടരുന്നത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർ, കലക്ടർ, സബ് കലക്ടർ, തഹസിൽദാർ എന്നിവർക്ക് റിപ്പോർട്ട് നൽകി. ബൈസൺ വാലി ടൗണിൽ റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന 4 കെട്ടിടങ്ങളാണ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാനും കരമടച്ച രസീത് ഹാജരാക്കാനും വില്ലേജ് ഓഫീസർ ഉടമകൾക്ക് നോട്ടീസ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കൂടാതെ വില്ലേജ് രേഖകൾ പ്രകാരം വസ്തുക്കൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. തുടർന്നാണ് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോൾ ബൈസൺ വാലി വില്ലേജിന്റെ ജംഗ്ഷൻ ഭാഗത്ത് 4 കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് പണി നിർത്തിയെത്തിച്ചിട്ടും പണി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ മുകളിൽ നിന്നുള്ള നടപടിക്രമങ്ങളൊന്നും എടുത്തിട്ടില്ല. അനധികൃത നിർമ്മാണം സംബന്ധിച്ച് കളക്ടർക്കും സബ് കളക്ടർക്കും തഹസിൽദാർക്കും റിപ്പോർട്ട് നൽകിയെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി കാര്യത്തിലേക്ക്.